വലിയ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എല്ലാവരും വോട്ട് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ തെരഞ്ഞെടുപ്പ്? ഞാൻ വേണോ താൻ വേണോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഞാൻ, മറ്റൊന്ന് താൻ. തിരഞ്ഞെടുക്കണം. നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. എപ്പോൾ? വെടിതീരുന്നതിന് മുൻപ്. ഏതു നിമിഷവും വെടിതീരാം. തിരഞ്ഞെടുപ്പ് സമയത്ത് 10 വെടി കേട്ടു. ഓർമ്മ വേണം, 10 പേർ ജീവൻ വെടിഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത്. അതുപോലെ നമ്മുടെയും ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ കൃത്യസമയത്ത് പിരിഞ്ഞിരിക്കും. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മരിച്ച 10 പേരുടെയും ജീവൻ വെടിയാനുള്ള സമയത്ത് തന്നെയാണ് കൃത്യമായിട്ടും പിരിഞ്ഞിട്ടുള്ളത്. അല്പവും മുമ്പേയുമല്ല പിന്നാലെയുമല്ല, കറക്റ്റ് ടൈം. നമ്മുടെ എല്ലാവരുടെയും ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയാനിരിക്കുന്നതും അതുപോലെ കൃത്യസമയത്ത് തന്നെ ആയിരിക്കും. ആ സമയത്ത് പിരിഞ്ഞിരിക്കും. അത് കുട്ടിയാണെന്നോ വലുതാണെന്നോ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മുസൽമാനാണെന്നോ യാതൊരു വേർതിരിവും അവിടെ ഇല്ല. അതൊക്കെ ജനിച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത്ര ശ്വാസം, അത് തീരുമ്പോൾ തീർന്നു. എന്നാൽ മരിക്കാതിരിക്കണമെങ്കിൽ ആകാം ശ്വാസത്തെ പിടിച്ചു നിർത്താനുള്ള പ്രാക്ടീസ്, പ്രാണായാമത്തിലൂടെ ശരീരത്തിനകത്ത് പ്രാണനെ അടക്കി നിർത്തുന്നു, പുറത്തോട്ട് വിടുന്നില്ല. അപ്പോൾ ഇത്ര പ്രാണൻ എടുത്തതിന് ശേഷമേ മരിക്കൂ എന്നുള്ളതിന് ആ പ്രാണൻ്റെ കണക്ക് എത്തുന്നില്ല. പ്രാണനെ ഹഠം ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ഹഠയോഗ. എൻ്റെ ഗുരു ഒരു വലിയ ഹഠയോഗിയായിരുന്നു, പറക്കും സ്വാമി വിഷ്ണുദേവാനന്ദ. അദ്ദേഹത്തിൻ്റെ ഗുരു ഹിമാലയത്തിലെ ഏറ്റവും വലിയ യോഗിയായിരുന്നു. ഋഷികേശിലെ ശിവാനന്ദാശ്രമം ശിവാനന്ദ സരസ്വതി ഡോക്ടറായിരുന്നു. അതൊക്കെ വിധി പ്രകാരം വന്ന് ഭവിച്ചിരിക്കുന്നതാണ്. എന്നാൽ എൻ്റെ ഗുരുവിന് ആ പ്രാണായാമത്തിലൂടെ താൻ വിചാരിക്കുന്ന സമയത്ത്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്, വിചാരിക്കുന്ന സമയത്ത് ശരീരത്തെ ത്യജിക്കാൻ കഴിഞ്ഞില്ല. ഞാനതിന് സാക്ഷിയായിരുന്നു. ഗംഗോത്രിയിൽ വെച്ച് ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലത്തിൻ്റെയും ഒരു ഫർലാങ്ങിന് മുകളിൽ ആണ് വിഷ്ണുദേവാനന്ദ സ്വാമിയുടെ ആശ്രമം. അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ആശ്രമം എന്ന് പറയുന്നത് കേന്ദ്രം നെയ്യാർ ഡാമിലാണ്. ലോകമെമ്പാടുമുള്ള ആശ്രമത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ജർമ്മനിയിലോ കാനഡയിലാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇന്ത്യ മുഴുവനും ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് ഈ തിരിച്ചറിവിലേക്ക് ഉണരുന്നുണ്ടോ? ഏതാ തിരിച്ചറിവ്? ഞാനെന്ന് പറയുന്നത് ഈ ഉപാധിസ്ഥനായ ഞാനല്ല, നാമരൂപധാരിയായ ഞാനല്ല, കുട്ടപ്പനെന്നും ഗോപാലകൃഷ്ണനെന്നും വസുമതിയെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസൽമാനെന്നും ഒക്കെ അഭിമാനിച്ച് നടക്കുന്ന ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സർവാന്തര്യാമി സച്ചിദാനന്ദ സ്വരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം, അതാണ് ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ബോധിച്ച്, അതാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരുന്ന ആ മന്ത്രം
ശിവോഹം ശിവോഹം ശിവോഹം. ശിവം അത് മംഗളസ്വരൂപം. അതില്ലെങ്കിൽ ഈ ശരീരം ശവം. അതുണ്ടെങ്കിൽ ശിവം മംഗളസ്വരൂപം. അതിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ശരീരം എല്ലാവർക്കും പ്രിയങ്കരമായിരിക്കുന്നത്. അദ്വൈതാനുഭൂതിയിലെ 24-ാമത്തെ മന്ത്രം നമ്മൾ 23 വരെ എടുത്തു. പിഷ്ടാദി ഗുണസമ്പർക്കാത് ഗുണവത് പ്രീതിമാൻ യഥാ ആത്മയോഗാത് പ്രമേയാദി ആത്മവത് പ്രീതിമാൻ യഥാ പ്രീതിമാൻ ഭവേത് ഗുണസമ്പർക്കാത് പിഷ്ടാദി ഗുണസമ്പർക്കാത് ഗുണവത് പ്രീതിമാൻ യഥാ. പിഷ്ടാദി എന്ന് പറഞ്ഞാൽ അരിമാവ്. അരിമാവ് ഏത് പ്രകാരമാണോ ശർക്കരയുമായിട്ട് ചേർന്ന് മധുരമുള്ളതായി തീരുന്നത്, അതുപോലെ ആത്മയോഗാത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രമേയം, പ്രമാണം, പ്രമാതാവ് മുതലായ ആ മൂന്നും പ്രീതികരമായി തീരുന്നത് ഈ ആത്മാവിൻ്റെ യോഗത്താലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ ശിവം. അതുള്ളത് കൊണ്ടാണ് നമ്മെ എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നത്. അത് പിരിഞ്ഞാൽ എന്താ അവസ്ഥ? ശവം. ആരായാലും ശരി, അത് നിങ്ങളുടെ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഭാര്യയായാലും ശരി, മക്കളായാലും ശരി, ആ ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ശവം. പിന്നെ ആർക്കും വേണ്ട, പിന്നെ ആർക്കും അതിനോട് സ്നേഹമില്ല. ആ ശരീരത്തിൽ സ്നേഹമുള്ളതായിട്ട് ഭവിക്കുന്നത് എപ്പോഴാണ്? ആത്മസാന്നിധ്യത്താലാണ്. നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് പ്രിയങ്കരനായിരിക്കുന്നത് ആ ശരീരത്തിൽ ആത്മസാന്നിധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സ്നേഹമയനായിരിക്കുന്നത് ആ ശരീരത്തിൽ ആത്മചൈതന്യം ഉള്ളതുകൊണ്ടാണ്. ആത്മസമ്പർക്കം കൊണ്ടാണ് അയാൾ പ്രീതിമാനായിരിക്കുന്നത്. അതുപോലെ ഭാര്യയ്ക്ക് ആ ഭർത്താവിന് ഭാര്യയും പ്രീതികരമായിരിക്കുന്നത് ആത്മസാന്നിധ്യമുള്ളത് കൊണ്ടാണ്. എല്ലാത്തിനും ആത്മാവാണ് പ്രധാനമായിട്ടുള്ളത്. ആ ആത്മചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നുള്ളതാണ് നമ്മളിവിടെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ പ്രഭാഷണത്തിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനന്യമായിട്ട് മറ്റൊന്നും സത്യമായിട്ടുള്ളതേ അല്ല. ഉള്ളതെല്ലാം അസത്യം, ഉള്ളതുപോലെ കാണപ്പെടുന്നത്. അഥർവവേദത്തിലെ ത്രിപാത് വിഭൂതി മഹാനാരായണോപനിഷത്തിലെ ഒരു മന്ത്രം പറയുന്നുണ്ട്. യഥാ ജപാകുസുമ സാന്നിധ്യാത് രക്തസ്ഫടിക പ്രതീതി തദഭാവേ ശുദ്ധസ്ഫടിക പ്രതീതി. ജപാകുസുമ സാന്നിധ്യത്താൽ ശുദ്ധസ്ഫടികത്തിലുള്ള ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ അരളിപ്പൂവ് അർച്ചിക്കുകയാണെങ്കിൽ ആ സ്ഫടിക ബിംബം ഏതുപോലെ ഇരിക്കും? ആ പൂവിൻ്റെ നിറത്തിലുള്ളതായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജപാ കുസുമ സാന്നിധ്യത്താത് രക്തസ്ഫടിക പ്രതീതി തദഭാവേ. അതിൻ്റെ അഭാവത്തിൽ ആ പൂ അങ്ങോട്ട് മാറ്റിയാലോ? ഒരു വെള്ളപ്പൂവാണെങ്കിൽ വെള്ള നിറമാകും. നീലപ്പൂവാണെങ്കിൽ, ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് അവിടെ കൊണ്ട് ഇടുന്നത് എങ്കിൽ നീല നിറമായിട്ട് മാറും. ഏത് നിറമാണോ അവിടെ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് അതുമായിട്ട് താദാത്മ്യം പ്രാപിക്കും. അതുപോലെ ആണ് ഇവിടെ പറഞ്ഞത്. അരിമാവ് മധുരമില്ലാത്തതാണ്. അത് ശർക്കരയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നാം അതിനെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി അത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ പതുക്കെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വായിക്കകത്തിടും. എന്തുകൊണ്ട്? മാധുര്യം അതിനുണ്ട്, ശർക്കരയുമായിട്ട് ചേർന്ന് കഴിഞ്ഞു. അതുപോലെ ഓരോ ശരീരവും ആ ആത്മാവിൻ്റെ സാന്നിധ്യത്താലാണ് ഓരോരുത്തർക്കും പ്രിയങ്കരമായിരിക്കുന്നത്.
അമ്മ മക്കൾക്ക് പ്രിയങ്കരമായിരിക്കുന്നത്, പിതാവ് മക്കൾക്ക് പ്രിയങ്കരമായിരിക്കുന്നത്, സഹോദരന്മാർ പ്രിയങ്കരരായിരിക്കുന്നത് എല്ലാം ആത്മസാന്നിധ്യത്താണ്. അപ്പോൾ ആത്മാവാണ് പ്രധാനം. ആ ആത്മാവിനെയാണ് തിരിച്ചറിയേണ്ടത്. അതാണ് ഭഗവത്ഗീതയിൽ വേദങ്ങളിൽ പറയുന്നത്. എന്താ സാമവേദത്തിൽ പറയുന്നത്? തത്വമസി, നീ അതാകുന്നു. ഏതൊന്ന് നിന്നിലില്ലെങ്കിൽ നിൻ്റെ ഈ ശരീരം ശവസമാനമാകുന്നുവോ, സമാനമല്ല ശവം തന്നെയാകുന്നുവോ, ആ വസ്തുവാണ് നിൻ്റെ യഥാർത്ഥ സ്വരൂപം. തത്വമസി, നീ അതാകുന്നു എന്ന് ബോധിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളാണോ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, സ്വന്തം ചിന്തയുപയോഗിച്ച് അതിനെ കാണാതെ കണ്ട് ബോധിച്ച് ഞാൻ അതാണെന്ന് ഉറപ്പിച്ച്, യു ഹാവ് ടു ഡിക്ലെയർ യുവർ സെൽഫ്, നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കണം, അതെ ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഇതല്ല ഞാൻ, ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ, ഈ ഗോമതിയോ ദിവാകരനോ മഹേഷോ ഒന്നുമല്ല ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച്, അതാണ് ആധ്യാത്മികത. ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ഒന്നും കാണാതെ പഠിക്കാനില്ല, കാണാതെ പഠിച്ചൊന്നും ഇത് കിട്ടുന്നതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്ന ആ വസ്തുവിനെ തിരിച്ചറിയുക. അതാണിവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഈ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പിരിയാൻ നമുക്കറിഞ്ഞുകൂടാ. ഇനി എത്ര ശ്വാസമാണ് നമുക്കെടുക്കാനുള്ളത് എന്നറിഞ്ഞുകൂടാ. ആ ശ്വാസത്തിൻ്റെ എണ്ണം തീരുന്ന അവസരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് വീണിരിക്കും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ടി വിയിൽ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ. ഈ അടുത്ത കാലത്ത് കാർഷിക കോളേജിലെങ്ങാണ്ട് ഒരു ഡയറക്ടറെങ്ങാണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണു. ആർക്കുമാകാം, അത് പട്ടിക്കുമാകാം, പൂച്ചയ്ക്കുമാകാം. കണ്ടിട്ടില്ലേ, കാക്ക പറന്നു വരുന്നതിനിടയ്ക്ക് കമ്പിയിൽ കുടുങ്ങി, കറണ്ട് കമ്പിയിൽ കുടുങ്ങി, വൈദ്യുതി കമ്പിയിൽ കുടുങ്ങി ചടപടാന്ന് ഉരുണ്ട് താഴെ വീഴുന്നു. എന്നാൽ അപകടം പറ്റിയാൽ ഒന്നും സംഭവിക്കാതെ ഫ്രാക്ചറൊക്കെ ഉണ്ടായി എഴുന്നേറ്റ് പോകുന്നു. കാരണം എന്താ? തീർന്നിട്ടില്ല, കണക്ക് ക്ലോസ് ആയിട്ടില്ല, ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നു. ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം എണ്ണി എണ്ണി അനുഭവിച്ചേ ഒക്കൂ, മതിയാകൂ. അതിനു വേണ്ടിയാണ് ഓരോ ജന്മവും വിടുന്നത്, ഓരോ ശരീരത്തിലേക്ക് വിടുന്നത്. ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ അടുത്തത് ഹിന്ദു ആകണമെന്നില്ല, ക്രിസ്ത്യാനി ആകണമെന്നില്ല, മുസൽമാൻ ആകണമെന്നില്ല. നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് അനുഭവിക്കാൻ വേണ്ടി എങ്ങോട്ടും മാറും. അത് മനുഷ്യ ശരീരത്തിൽ തന്നെ ആകണമെന്നില്ല. പക്ഷിമൃഗാദികളുടെ, വൃക്ഷലതാദികളുടെ ഒക്കെ ശരീരത്തിലേക്കാകും. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം, മനുഷ്യ ശരീരത്തിൽ ജീവിക്കാനുള്ള ഈ സന്ദർഭത്തിൽ ആ ശരീരം വിട്ടുപോകുന്നതിന് മുൻപ് ഓരോരുത്തരും തന്നിലെ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ്, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, മൂന്നവസ്ഥയ്ക്കും സാക്ഷി, മൂന്നവസ്ഥയെയും അനുഭവിക്കുന്നവൻ. ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്നവൻ ആരാണ്? വിശ്വൻ, വ്യഷ്ടി ചൈതന്യം. അതിൻ്റെ സമഷ്ടി ചൈതന്യമാണ് വൈശ്വാനരൻ. വ്യഷ്ടി വ്യക്തിപരമായിട്ടുള്ളത്, സമഷ്ടി സർവവ്യാപിയായിട്ടുള്ളത്. സർവവ്യാപിയായിട്ടുള്ള ആ ഈശ്വര ചൈതന്യത്തിനും 3 ഭാഗങ്ങളുണ്ട്. ഏതുപോലെയാണ് വ്യക്തിക്ക് 3 ഭാഗങ്ങൾ നാം കൽപ്പന ചെയ്തിരിക്കുന്നത്? ഏതാ 3 ഭാഗങ്ങൾ? ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്നവൻ,
സ്വപ്നാവസ്ഥയെ അനുഭവിക്കുന്നവൻ, സുഷുപ്തി അവസ്ഥയെ അനുഭവിക്കുന്നവൻ. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇത് വ്യഷ്ടി വിഭാഗങ്ങളാണ്. അതുപോലെ വ്യാപക ചൈതന്യത്തിന്, അതായത് ആ സമഷ്ടി ചൈതന്യത്തിനും 3 വിഭാഗങ്ങളുണ്ട്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞതുപോലെ വ്യാപക ചൈതന്യത്തെ അനുഭവിക്കുന്ന വൈശ്വാനരൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, അവിടുത്തെ 3 വിഭാഗങ്ങൾ, ഈശ്വരനിലെ 3 വിഭാഗങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, വ്യഷ്ടി ചൈതന്യത്തിനും സമഷ്ടി ചൈതന്യത്തിനും ഒക്കെ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം സോപാധികമായിട്ടാണ് വ്യഷ്ടി ചൈതന്യത്തിലിരിക്കുന്നത്, സോപാധികമായിട്ടാണ് സമഷ്ടി ചൈതന്യത്തിലും ഇരിക്കുന്നത്. ഉപാധിരഹിതാവസ്ഥയിൽ നിർഗുണ ചൈതന്യം, നിർഗുണാവസ്ഥ, ദാറ്റ് ഈസ് പരബ്രഹ്മ. ആ പരബ്രഹ്മം തന്നെയാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ ഇപ്പോൾ നാം പറയുന്ന സാക്ഷി ചൈതന്യമായിട്ട് ജാഗ്രത അവസ്ഥയിൽ വിശ്വൻ എന്ന പേരോടുകൂടി ഇരിക്കുന്നത്. ആ വിശ്വൻ തന്നെയാണ് വീണ്ടും താഴ്ന്ന കുട്ടപ്പനായിട്ടിരിക്കുന്നത്, ഗോമതിയായിട്ടിരിക്കുന്നത്, ഹിന്ദു ആയിട്ടിരിക്കുന്നത്, ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നത്, മുസൽമാനായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉപാധിസ്ഥമായിട്ടിരിക്കുന്ന ഈ അജ്ഞാനാവസ്ഥയിൽ നിന്നും ഓരോരുത്തരും, അതൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ശ്രവണായ അപി ബഹുബിർ യോ ന ലഭ്യഃ ശൃണ്വന്തോ അപി ബഹവോ യം ന ലഭ്യുഃ ആശ്ചര്യോ വക്ത കുശലോ അസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. കുശലനായ ഗുരുവിനാൽ അനുശാസിക്കപ്പെട്ട ശിഷ്യനും അതുപോലെ കുശലൻ തന്നെയാണ്, ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുക എന്ന് പറയുന്നത് ഓരോരുത്തരും ചെയ്തിട്ടുള്ള പൂർവ്വ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ സത്സംഗം കേൾക്കുന്ന അവസരത്തിൽ മല്ലമ്പിള്ള ആന കുത്തിക്കൊല്ലുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നുമല്ല നമുക്ക് ആവശ്യം. കാരണം അടുത്ത നിമിഷം ശ്വാസം നിന്നു പോകാം, അടുത്ത നിമിഷം നമ്മുടെ എണ്ണം തീരാം. അതിനു മുൻപ് അതുകൊണ്ട് ഈ കേൾക്കുന്ന നിങ്ങളും ഒരു നിമിഷം പോലും താമസിക്കരുത്. നിങ്ങളുടെ പിന്നിൽ മറ്റവനുണ്ട്. പിന്നിൽ കണ്ണുണ്ടെങ്കിൽ കാണാം. ആര്? പോത്ത് അല്ലേ? പോത്താണോ? കാലൻ കയറുമായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഉള്ളതുപോലെ സങ്കല്പിക്കുന്നതാണ്. എന്നാൽ സംഭവം സത്യമാണ്. ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ശരി, സ്വാമി ദുരിതം, ദുരിതം കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണം. ഒരുത്തർക്കും മാറ്റിത്തരാൻ കഴിയില്ല. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണം കൊണ്ടോ, നിങ്ങളുടെ ആഢ്യത്വം കൊണ്ടോ, നിങ്ങളുടെ ജാതിയുടെ മഹിമ കൊണ്ടോ ഒന്നും അത് മാറ്റിത്തരാൻ കഴിയില്ല. നിങ്ങളുടെ ബന്ധുബലം കൊണ്ടോ, നെവർ, പാർട്ടി ബലം കൊണ്ടോ മാറ്റിത്തരാൻ കഴിയില്ല. അനുഭവിച്ചു തന്നെ തീർക്കണം. കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണം. അതനുഭവിക്കാതെ ശരീരം വിട്ടുപോകാനും കഴിയില്ല. എന്തെങ്കിലും അപകടം പറ്റിയാലും കെട്ടി പൊതിഞ്ഞെടുത്ത് ആശുപത്രി കൊണ്ടിട്ട് എവിടെയെങ്കിലും വീണ്ടും തിരിച്ച് കെട്ടി അവിടെ കൊണ്ടുവയ്ക്കും. നമ്മുടെ കിടന്നിടത്ത് തന്നെ കൊണ്ടുവയ്ക്കും. ആ വിധിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാനത് ഓർക്കുന്നില്ല. യമദേവൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ പക്ഷി അവിടെ ഇരിക്കുന്നു. ആ പക്ഷിയുടെ ആയുസ് തീരാറായി. അടുത്ത നിമിഷത്തിൽ തന്നെ, അല്പസമയത്തിനകത്ത് തന്നെ ആ പക്ഷി
വിധിക്കപ്പെട്ടിരിക്കുന്ന വിന്ധ്യാപർവ്വതത്തിനടുത്തുള്ള ഒരു പെരുമ്പാമ്പിന് ആഹാരമായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്ന പക്ഷിയാണ്. ആ പക്ഷി ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഇരുന്നാൽ അടുത്ത നിമിഷത്തിൽ എങ്ങനെയാണ് അത്? അപ്പോൾ ഇത് അവിടെ ഇരുന്ന ഗരുഡൻ ഇത് ശ്രദ്ധിച്ചു. യമൻ അകത്തോട്ട് കയറി പോകുന്ന അവസരത്തിൽ ഈ പക്ഷിയെ ശ്രദ്ധിച്ചപ്പോൾ ആ യമനെയും ഈ പക്ഷിയുടെയും ഭാവവ്യത്യാസങ്ങൾ ഗരുഡൻ അവിടെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ വാഹനം പോയി കഴിഞ്ഞിട്ട് യമൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഗരുഡൻ അവിടെ ഇരുന്ന് വിചാരിച്ചു, ഈ പക്ഷിക്ക് എന്തോ കുഴപ്പം പറ്റാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ പക്ഷിരാജാവല്ലേ, എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഈ പക്ഷിയെ രക്ഷിച്ചു കളയാം, യമൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ പക്ഷിയെ രക്ഷിച്ചു കളയാമെന്ന് കരുതി ആ ഗരുഡൻ ആ പക്ഷിയെ റാഞ്ചി നേരെ അങ്ങ് ദൂരെ എവിടെ വിന്ധ്യപർവ്വതത്തിനകത്ത് ആ ഒരു പെരുമ്പാമ്പ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഗരുഡൻ അതിവേഗത്തിൽ പറന്ന് സ്വസ്ഥാനത്ത് വന്നിരുന്നു. സന്തോഷമായി. ഇനി യമൻ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ യമൻ അകത്തു നിന്ന് ഇറങ്ങി വരുന്ന അവസരത്തിൽ ഗരുഡനോട് യമൻ ചോദിച്ചു, എന്താ സുഹൃത്തെ, സുഖമാണല്ലോ? ആ സുഖം തന്നെ. ഒരു സംശയം ഗരുഡൻ യമനോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംശയം? അല്ല, അങ്ങ് അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒരു പക്ഷിയെ അങ്ങ് നോക്കിയപ്പോൾ അങ്ങക്ക് എന്തോ ഭാവവ്യത്യാസമുണ്ടാകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെന്താണ്? ശരിയാണ്. അങ്ങോട്ട് നോക്കിയപ്പോൾ ആ പക്ഷി എവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് യമൻ പറഞ്ഞു, ആ പക്ഷി അടുത്ത നിമിഷത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകത്ത് അങ്ങ് ദൂരെ വിന്ധ്യാചലത്തിനകത്ത് ഒരു ഗുഹയ്ക്കകത്തിരിക്കുന്ന പെരുമ്പാമ്പിന് ആഹാരമായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്ന പക്ഷിയാണ്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഈ പക്ഷിക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ആശ്ചര്യത്തോടു കൂടിയാണ് ഞാൻ ആ പക്ഷിയെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗരുഡന് കാര്യം മനസ്സിലായത്. ചേടാ, സംഗതി പറ്റിപ്പോയല്ലോ. ഞാൻ ഈ പക്ഷി ആരുടെ ആഹാരമായിട്ടാണോ തീരേണ്ടതായിട്ടുള്ളത് ആ സ്ഥാനത്ത് എൻ്റെ അഹങ്കാരം കൊണ്ട്, ഗരുഡൻ്റെ അഹങ്കാരം കൊണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള അഹങ്കാരത്തോടു കൂടി ഞാൻ ആ പക്ഷിയെ രക്ഷിച്ചു കളയാം എന്ന ഭാവത്തിൽ ആ പക്ഷിയെ റാഞ്ചിക്കൊണ്ട് ഏതൊരു സ്ഥലത്താണോ എത്തേണ്ടതായിട്ടുള്ളത് അവിടെ കൊണ്ടുവച്ചു. ഇതാണ് വിധി, അലംഘനീയമായ വിധി. അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ സംഭവിക്കാനുള്ളത് അതൊക്കെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്പം പോലും സമയം പാഴാക്കരുത്. എപ്പോഴാണ് വെടി തീരുന്നത് എന്നറിഞ്ഞുകൂടാ. സ്വാമി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ വെടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാത്രം വെടിയാണെന്ന് കണക്കാക്കരുത്. സ്വാമിയുടെയും ഏത് സമയത്താണോ തീരേണ്ടതായിട്ടുള്ളത് ആ സമയത്ത് തീർന്നിരിക്കും. പക്ഷെ അതിന് മുൻപ് ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയെ സദാസമയവും അതിൽ തന്നെ നിർത്തിയിട്ടില്ല എങ്കിൽ എന്താ അവസ്ഥ? എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുമ്പോൾ ഞാനും വേറെ ശരീരത്തിലേക്ക് മാറേണ്ടി വരും, വേറെ ശരീരത്തിലേക്ക് പോകേണ്ടി വരും. വേറെ ശരീരത്തിൽ പോകാതെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള ആ വ്യാപക ചൈതന്യത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം
വിനശ്യൽ സ്വവിനശ്യന്തം യപശ്യതി സപശ്യതി. സർവചരാചരങ്ങളിൽ കൂടെയും വ്യാപിച്ചിരിക്കുന്ന അവിനാശിയായ ആ ചൈതന്യം നശ്വരമായ ഈ ശരീരത്തിനകത്തിരുന്നിരിക്കുന്നു. ഇരുന്നിട്ടും നിങ്ങൾ അറിയുന്നില്ല. അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സത്സംഗത്തിലൂടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർമ്മിച്ച് സദാസമയത്തും ഞാൻ ഇതല്ല, ഈ നാമരൂപധാരിയല്ല ഞാൻ. ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ പാഴ്സിയോ ഗുജറാത്തിയോ അമേരിക്കക്കാരനോ ജർമ്മൻകാരനോ ഒന്നുമല്ല ഞാൻ ആ ചൈതന്യം, വ്യാപകമായ ചൈതന്യം. എന്താ വ്യാപകമായിരിക്കുന്നത്? എൻ്റെ ശരീരത്തിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് അവൻ്റെ ശരീരത്തിലും അവളുടെ ശരീരത്തിലും ഹിന്ദുവിൻ്റെ ശരീരത്തിലും ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും ജപ്പാൻകാരൻ്റെ ശരീരത്തിലും ചൈനക്കാരൻ്റെ ശരീരത്തിലും കറുത്തവനിലും വെളുത്തവനിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം. അത് കറുപ്പുമല്ല വെളുപ്പുമല്ല, അത് ഹിന്ദുവുമല്ല ക്രിസ്ത്യാനിയുമല്ല മുസൽമാനുമല്ല. സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും നശ്വരമായ ഈ ശരീരത്തിനകത്ത് ആ അനശ്വരമായ വസ്തു, അതാണ് ശിവം, മംഗളസ്വരൂപം. അതുള്ളതുകൊണ്ടാണ് ഓരോരുത്തർക്കും നിങ്ങൾ പ്രിയങ്കരരായിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് പ്രിയങ്കരനായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിയങ്കരിയായിരിക്കുന്നത് ആ ആത്മചൈതന്യത്തിൻ്റെ സാന്നിധ്യത്താലാണ്. പക്ഷെ നിങ്ങളതിനെ ഓർക്കുന്നുണ്ടോ? എത്ര പേര് ഓർക്കുന്നുണ്ട്? അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഓർക്കുന്നത് എന്താണ്? ഞാൻ, അഭിമാനിയായ ഞാൻ. ആ ഞാൻ ഭാവത്തിൽ തന്നെയാണ് 24 മണിക്കൂറും നിങ്ങൾ കഴിയുന്നത്. ആ ഞാൻ ഭാവം തന്നെയാണ് സ്വപ്നാവസ്ഥയിലും ഞാൻ ഭാവം തന്നെയാണ് സ്വപ്നം കാണുന്നത്. ജാഗ്രത അവസ്ഥയിൽ കണ്ടതിൻ്റെ പ്രതിരൂപങ്ങളാണ് സ്വപ്നാവസ്ഥയിൽ കാണുന്നത്. അതും ഞാൻ തന്നെയാണ്. ഒന്ന് ഞാൻ സ്ഥൂല ശരീരത്തിൽ, സ്വപ്നാവസ്ഥയിലെ ഞാൻ സൂക്ഷ്മ ശരീരത്തിൽ. സ്ഥൂല ശരീരത്തിലെ ഞാൻ അനുഭവിക്കുന്നവൻ അഭിമാനി വിശ്വൻ, സൂക്ഷ്മ ശരീരത്തിലെ അഭിമാനി തൈജസൻ, കാരണശരീരത്തിലെ അഭിമാനി പ്രാജ്ഞൻ. ഓരോ ശരീരത്തിലെയും അഭിമാനിക്ക് ഓരോ പേരുകൾ. ആ പേരുകൾ എങ്ങനെയാണ്? ഉപാധിഗത നാമങ്ങൾ. അതിനകത്തിരിക്കുന്ന ആ ചൈതന്യം നിരുപാധിക ചൈതന്യം, ഉപാധിരഹിതമായ ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ അതിനെ കാണാതെ കാണണം. ഈ പറയുന്നത് കേട്ട് 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 എന്നും കേട്ട് കേട്ട് എപ്പോഴും കേട്ട് കേട്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണരണം. അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്. ഏതാ? പഞ്ചദശിയിലെ ഒരു മന്ത്രം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. മുക്തിസ്തു. മുക്തി. എന്താ മുക്തി? ഞാനിൽ നിന്നുള്ള മുക്തി. ഈ അഭിമാനിയായ ഞാനിൽ നിന്നുള്ള മുക്തിയാണ് മുക്തി. മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ. പഞ്ചദശിയിലെ വിദ്യാരണ്യസ്വാമികൾ പറയുന്നതാണ്. മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ. ബ്രഹ്മതത്വം എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം. അതിനെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് കേട്ട് കേട്ട് ബോധിച്ച് ബോധിച്ച് ആ ബോധനിലയിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉറയ്ക്കണം. പാറ പോലെ ഉറയ്ക്കണം. ഏതുറക്കത്തിൽ പോലും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അഹമാത്മാ എന്ന് പറയാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകണം. അതാണ് ഭഗവത്ഗീതയിലെ മഹാവാക്യം. എനിക്ക് ഓഷോയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി എന്ന് ഓഷോ പറയും. ഓഷോ അതാണ് ഭഗവത്ഗീതയിലെ മഹാവാക്യമാക്കി പറയുന്നത്.
പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച അഹമാത്മാ. ഞാൻ ആ ആത്മചൈതന്യമാണ് എന്നുള്ള വെളിവ് എനിക്ക് എത്രയോ കാലത്തിന് ശേഷം, ഭഗവത്ഗീതയൊക്കെ എത്രയോ കാലം പഠിച്ചതിന് ശേഷം, കാണാതെ പഠിച്ച് കൊണ്ട് നടന്നതിന് ശേഷം അപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. അതിന് സമയമായപ്പോൾ മനസ്സിലായി ഞാൻ ആ ആത്മചൈതന്യം. ഈ ഭഗവത്ഗീത എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് പ്രയോജനപ്രദമാകുന്നത്? മുസൽമാൻ എങ്ങനെ ഈ ഭഗവത്ഗീത സ്വീകാര്യമാകുന്നത് എങ്ങനെയാണ്? പാഴ്സിക്ക് എങ്ങനെയാണ് ഈ ഭഗവത്ഗീത സ്വീകാര്യമാകുന്നത്? എൻ്റെ ഉള്ളിലെ സംശയം ഞാൻ ആരോടും ചോദിക്കാറില്ല. ആ സംശയം തീർന്നത് ഈ മന്ത്രത്തിലൂടെയാണ്. അഹമാത്മാ ഗുഡാകേശ. ഞാൻ ഓടക്കുഴലും വായിച്ചു നടക്കുന്ന ശ്രീകൃഷ്ണനല്ല. അഹമാത്മാ ഗുഡാകേശ. ആ ആത്മചൈതന്യം ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും കൂടെ കടന്നു പോകുന്ന വ്യാപകമായ ചൈതന്യം. അതുകൊണ്ട് ഏത് ക്രിസ്ത്യാനിക്കും ഏത് മുസൽമാനും ഏത് പാഴ്സിക്കും ഏത് ജാതിയിലോ ഏത് മതത്തിലോ പറഞ്ഞിട്ടുള്ള ആളിനും ഭഗവത്ഗീത സ്വീകാര്യമായിരിക്കും. കാരണം അവനിലെ ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ചാണ് ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ജൈനനായ ഓഷോ ഭഗവത്ഗീതയെക്കുറിച്ച് അതിഗംഭീരമായ വ്യാഖ്യാനം നടത്തിയിട്ടുള്ളത്. 18 വോള്യങ്ങൾ. ₹10,000 മേളിലാണ് വില. ഞാൻ വായിച്ചത് തമിഴിലാണ്, ഹിന്ദി നോക്കിയിട്ടുണ്ട്, മലയാളത്തിൽ ഏതാണ്ട് 3 വോള്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, 3 പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും 3 പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 3 പാർട്ടില്ല, 2, 1ഉം 2 ഭാഗങ്ങളും കൂടെ ചേർത്ത് യുദ്ധവും സമാധാനവും എന്നുള്ള പേരിൽ ഇറക്കിയിട്ടുണ്ട്. വാർ ആൻഡ് പീസ് ഇംഗ്ലീഷിൽ. 3ാമത്തെ വോള്യം കർമ്മയോഗമായിട്ട് ചേർന്ന് ഇറക്കിയിട്ടുണ്ട്. 3ാമത്തെ വോള്യം അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ പുസ്തകക്കടയിൽ നിന്നാണ് അത് കിട്ടിയത്. അപ്പോൾ ഇത്രമാത്രം മനോഹരമായ രീതിയിൽ ജൈനനായിരുന്നിട്ടും ഭഗവത്ഗീതയെ ഇത്ര ഗംഭീരമായിട്ട് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ ചെന്നാൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഓഷോയുടെ ഈ ഭഗവത്ഗീതയാണ്. അത്ര ശ്രേഷ്ഠമാണത്. എന്താ ഭഗവത്ഗീത പറയുന്നത്? ഈ തത്വത്തെക്കുറിച്ചാണ്, ആത്മതത്വത്തെക്കുറിച്ചാണ്. എല്ലാത്തിനെയും അത് സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, യോഗം എല്ലാത്തിനെയും സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചാണ് അതൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ തത്വം മാത്രമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളതാണ്. മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ. ആ ബ്രഹ്മതത്വത്തിൻ്റെ ജ്ഞാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുക്തി കിട്ടൂ. ആ ബ്രഹ്മതത്വം എന്താണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ശിവം, ആ സാക്ഷി ചൈതന്യം. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും അമേരിക്കക്കാരനായാലും ചൈനക്കാരനായാലും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സദാസമയവും ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ ഉറച്ചിരിക്കുന്നത്, സ്വയം പ്രഖ്യാപിക്കുന്നത്. ഐ ആം ദാറ്റ്, നോട്ട് ദിസ്. നിങ്ങൾ ഓരോരുത്തരും പ്രഖ്യാപിക്കണം, ഇതല്ല ഞാൻ. ഇത് കത്തിച്ചു കളയാനുള്ള ശരീരം. ഈ ശരീരത്തിലെ അഭിമാനിയായിട്ട് കണ്ണാടി നോക്കി പൊട്ടും തൊട്ട് ഇങ്ങനെ നടന്നാൽ ചത്തുപോകുന്ന അവസരത്തിൽ വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വരും. ശരീരത്തിൽ നിന്ന് ശരീരാന്തരങ്ങളിലേക്ക്, ജനിമൃതികളിലൂടെ. അതാണ് നരകം.
എവിടാ നരകമിരിക്കുന്നത്? ജനിമൃതികളിലൂടെയുള്ള സഞ്ചാരത്തെയാണ് നരകം എന്ന് പറയുന്നത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിങ്ങൾക്ക് സാധിക്കും എപ്പോൾ? ജാഗ്രത അവസ്ഥയിൽ. ദാ ഇവിടെ വച്ച് ഇപ്പോഴിടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സ്വയം ബോധിച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, സ്വാമി ഞാനിതാ ഡിക്ലെയർ ചെയ്യുന്നു, ഐ എം ദാറ്റ്. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും വ്യാപിച്ച് സർവവ്യാപിയായിരിക്കുന്ന ആ ചൈതന്യം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ ചൈതന്യം തന്നെയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഉടനെ പ്രഖ്യാപിക്കണം, യെസ്. പുറത്തോട്ടൊന്നും കേൾക്കണ്ട, ഉള്ളിൽ പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഉണർവോടുകൂടിയ ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്നു ആ ചൈതന്യം. അത് ഉറങ്ങുന്നില്ല. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ അത് ആഹാരം കഴിക്കുന്നില്ല, നിങ്ങൾ നടക്കുമ്പോൾ അത് നടക്കുന്നില്ല, നിങ്ങൾ ഓടുമ്പോൾ അത് ഓടുന്നില്ല. അതെങ്ങനെയാ സ്വാമി? ഞാൻ ഓടുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന അതും എന്നോടൊപ്പം ഓടണ്ടേ? ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ഉള്ളിലിരിക്കുന്ന അതും എന്നോടൊപ്പം നടക്കണ്ടേ? ഇല്ല, എന്നോടൊപ്പം നടക്കുകയില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? എന്നോടൊപ്പം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം സർവവ്യാപി, എല്ലാത്തിലും വ്യാപിച്ച് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് സ്റ്റക്കായിരിക്കുകയാണ്. അത് മൂവ് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. അതനങ്ങുന്നില്ല. ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത് തദ്ദേജതി തന്നൈജതി തദ്ദൂരെ തദന്തികെ. ഇതറിയുന്നവന് അത് വളരെ അടുത്ത്, അതറിയാത്തവന് തദ്ദൂരെ. അറിയുന്നവന് തദന്തികെ, തൊട്ടു നോക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട് അതിൻ്റെ സാന്നിധ്യമാണ്. ആത്മാവിനെ തൊട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട് ആ ആത്മസാന്നിധ്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. വൈദ്യുതിയെ കാണണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വയറിൽ ചെന്ന് പിടിച്ചു നോക്കിയാൽ അറിയാം, ചൂട് അടിച്ച് ദൂരെ കളയും, ഷോക്കടിക്കും. ഇവിടെ ഷോക്കടിക്കുന്നില്ല. ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ ഷോക്കടിക്കുന്നില്ല. എന്താ? അവിടെ നിയന്ത്രണി വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ നിയന്ത്രണം അവിടെയുണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശാനൻ എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ കൺട്രോളർ, ആ ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. അതാണ് ഈശ്വരൻ. ഈശ്വരനുണ്ടോ? ഉണ്ട്. എവിടെ ഇരിക്കുന്നു? എല്ലാവരുടെയും ഉള്ളിൽ. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവൻ്റെയും ഉള്ളിലിരിക്കുന്നു ഈശ്വരൻ. അവനാണ് പറയുന്നത് ഈശ്വരൻ ഇല്ല എന്ന്. രാമകൃഷ്ണദേവൻ പറയും, ഈശ്വരനില്ല എന്ന് പറയുന്നവൻ സ്വന്തം നാവ് കൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരനില്ല എന്ന് പറയുന്നത്. രാമകൃഷ്ണദേവനും ആ തത്വത്തിലെത്താൻ വളരെ പാടുപെട്ടു. രാമകൃഷ്ണദേവൻ ആ ദേവതയെയായിരുന്നു ആരാധിച്ചു കൊണ്ടിരുന്നത്. ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ ഭവതാരിണി ദേവി, രാസമണി ദേവി കെട്ടിയ അമ്പലം, ഒരു മുക്കുവ സ്ത്രീയാണെന്ന് തോന്നുന്നു കെട്ടിയ സ്ത്രീ അമ്പലം. അവിടുത്തെ പൂജാരിയായിരുന്നു രാമകൃഷ്ണദേവൻ. പൂജാരി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും പൂജിക്കാൻ വരില്ല. ഇദ്ദേഹത്തിന് തോന്നണം. ഇദ്ദേഹം അമ്പലം തുറന്ന് പൂജ അങ്ങോട്ട് നടത്താൻ തുടങ്ങിയാൽ പിന്നെ അടപ്പില്ല.
തൊഴുതുകൊണ്ടിരിക്കുന്നവരെല്ലാം വെളിയിൽ തൊഴുതുകൊണ്ടിരിക്കും. പൂജ രാവിലെ തുടങ്ങിയ പൂജയാണ്. നടയടപ്പുമില്ല. രാവിലെയായി, ഉച്ചയായി, വൈകുന്നേരം ഇന്നലെ നടയടയ്ക്കുന്നില്ലേ സ്വാമി? നടയടയ്ക്കാറായില്ല. ഞാൻ ദേവിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാമകൃഷ്ണദേവൻ ദേവിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നേരിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എങ്ങനെയാണ് നടയടയ്ക്കുന്നത്? പരാതിയായി. ഈ പൂജാരി കൊള്ളൂല, ഈ പൂജാരിയെ പിരിച്ചുവിടണം. പരാതി രാസമണി ദേവിയുടെ അടുത്തെത്തി. രാസമണി ദേവി രാമകൃഷ്ണദേവനോട് ചോദിച്ചു, എന്താ പരാതി വരുന്നല്ലോ? ചില സമയത്ത് അമ്പലം തുറക്കാറേ ഇല്ല. തുറക്കണമെങ്കിൽ എനിക്ക് തോന്നണം, എനിക്ക് ആ ഭാവമുണ്ടാകണം. ആ ഈശ്വരീയമായ ഭാവമുണ്ടായാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകൂ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അടയ്ക്കണമെങ്കിൽ ആ ഭാവം തീരണം. അത് പറ്റില്ല. പക്ഷേ അപ്പം എന്നെ പിരിച്ചുവിടാം, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാം, വേറെ മാർഗമില്ല. ഞാനിവിടെ പൂജ ചെയ്യണമെങ്കിൽ ഈ നിലയ്ക്ക് മാത്രമേ പൂജ നടക്കൂ. വേറൊരു പരാതിയുണ്ട്. എന്താ? ദേവിക്ക് പൂജിക്കാൻ കൊണ്ടുവരുന്ന നേദ്യം ആദ്യം എടുത്ത് കഴിക്കും. അതിന് ശേഷമാണ് ദേവിക്ക് നേദ്യമായിട്ട് വയ്ക്കുന്നത്. അത് തെറ്റല്ലേ? അത് തെറ്റല്ല. എങ്ങനെ? എൻ്റെ അമ്മ എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അമ്മ രുചിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ എനിക്ക് തരൂ. അതുപോലെ ഞാൻ ദേവിക്ക് അർപ്പിക്കണമെങ്കിൽ, നേദ്യമായിട്ട് അർപ്പിക്കണമെങ്കിൽ എനിക്കത് പിടിക്കണം. അത് നല്ലതാണോ എന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞാൽ, എനിക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ ദേവിക്കത് അർപ്പിക്കൂ. അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാനൊക്കെയില്ല. ഞാൻ രുചിച്ചതിന് ശേഷമേ ദേവിക്ക് അർപ്പിക്കൂ. എന്നെ പിരിച്ചുവിട്ടോളൂ. പിരിച്ചുവിടാനൊന്നും നിവൃത്തിയില്ല. കാരണം അത്രമാത്രം ശുദ്ധ ഭക്തനാണ് രാമകൃഷ്ണദേവൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇന്ന് ദേവിയുടെ പ്രത്യക്ഷം കിട്ടിയില്ലെങ്കിൽ ആ വാളെടുത്ത് ഞാൻ എൻ്റെ കഴുത്ത് കണ്ടിച്ച് ദേവിയുടെ പാദത്തിൽ അർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമായിരുന്നു രാമകൃഷ്ണദേവൻ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ ഭാവത്തിലുള്ള നൃത്തം പറഞ്ഞു. ഇന്ന് ഞാൻ അവളെ പഠിപ്പിക്കും. അവൾ ദേവിയെ ഇന്ന് ഞാൻ അവളെ പഠിപ്പിക്കും. എനിക്ക് ദർശനം തന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ അവളെ പഠിപ്പിക്കും. എൻ്റെ കഴുത്തറുത്ത് അവളെ പാദത്തിൽ വയ്ക്കും. വൈകുന്നേരം വരെ നൃത്തം ചെയ്ത് കഴിഞ്ഞ് കഴുത്ത് വെട്ടുന്നതിന് വേണ്ടിയിട്ട് വാളെടുത്ത് കൊണ്ട് പോകുന്നതിന് മുൻപ് അദ്ദേഹം കുഴഞ്ഞു വീണു. വാള് താഴെ വീണു. 6 മണിക്കൂർ ബോധമറ്റ നിലയിൽ അവിടെ കിടന്നു ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ. ഒരുപാട് ആളുകൾ കാണാൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭാവം കാണുന്നതിന് വേണ്ടിയിട്ട്. നാട്ടിൽ മുഴുവനും പാട്ടായി. അങ്ങനെയാണ് ഒരു സന്യാസി ഇത് കേട്ടത്. 6 മണിക്കൂർ ഭാവാവസ്ഥയിൽ കിടന്നു, സമാധിസ്ഥനായിട്ട് കിടന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സന്യാസി അറിഞ്ഞ് അവിടെ എത്തിച്ചേർന്നു. അതാണ് തോതാപുരി. ആ തോതാപുരിയാണ് രാമകൃഷ്ണദേവനെ ഈ സഗുണഭാവത്തിൽ നിന്ന് സഗുണാരാധനയിൽ നിന്ന് മാറ്റി. സഗുണാരാധനയിലൂടെ മോക്ഷം കിട്ടുകയില്ല. ഒരു ദേവനിലൂടെയും ഒരു ദേവിയിലൂടെയും മോക്ഷം കിട്ടുകയില്ല. അതുകൊണ്ട് തോതാപുരി ഇദ്ദേഹത്തെ നേർവഴിക്ക് നടത്താൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം രാമകൃഷ്ണദേവനുമായിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുത്തു, ആ ദേവി എപ്പോഴാണോ നിൻ്റെ ഉള്ളിൽ പ്രകടമാകുന്നത് ആ സമയത്ത് ഈ വാളുകൊണ്ട് നിൻ്റെ കഴുത്തല്ല ആ ദേവിയെ വെട്ടിക്കണ്ടിക്കണം, 2 കഷ്ണമാക്കി മാറ്റണം. അതാണ് തോതാപുരി ആവശ്യപ്പെട്ടത്. നീ കണ്ണടയ്ക്കുമ്പോൾ ഏത് സമയത്താണോ നിൻ്റെ ഭ്രൂമധ്യത്തിൽ ആ ദേവി പ്രത്യക്ഷമാകുന്നത് ആ ദേവിയെ നീ ജ്ഞാനമാകുന്ന ഖഡ്ഗം ഉപയോഗിച്ച് 2 കഷ്ണമായിട്ട് വെട്ടിമാറ്റണം. ആദ്യമൊന്നും രാമകൃഷ്ണദേവന് തയ്യാറല്ലായിരുന്നു. വളരെ നിർബന്ധിച്ച് അവസാനം ഒരു കണ്ണാടി ചില്ലെടുത്ത് രാമകൃഷ്ണദേവൻ്റെ നെറ്റിയിൽ മുറിവുണ്ടാക്കി
അവിടെ ദേവി പ്രത്യക്ഷമാകുന്ന സമയത്ത് നീ ജ്ഞാനമാകുന്ന ഖഡ്ഗം ഉപയോഗിച്ച് വെട്ടിക്കണ്ടിക്കണം, ദേവിയെ വെട്ടിക്കളയണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ചെയ്തു. ദേവിയുടെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പല പ്രാവശ്യം ദേവിയുടെ മുമ്പിൽ പോയി അനുവാദം ചോദിച്ച് വാങ്ങും, വീണ്ടും 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 പോയി ചോദിക്കും. അങ്ങനെ തോതാപുരിയുടെ സഹായത്തോടുകൂടി രാമകൃഷ്ണദേവൻ ആ ദേവീ ഭാവത്തിൽ നിന്ന് മോചനം നേടി. പിന്നെ അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടില്ല, പിന്നെ അദ്ദേഹം പൂജയ്ക്ക് പോയിട്ടില്ല. അതിലൂടെ എന്താ, തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തിലേക്ക്, അതാണ് സ്വരൂപ സാക്ഷാത്കാരം. നിങ്ങളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്വരൂപ സാക്ഷാത്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും വെട്ടിക്കളയണ്ട, നിങ്ങൾ ഒരു ദേവനെയും ദേവിയെയും ആശ്രയിക്കേണ്ട. ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ദേവൻ, ആത്മദേവൻ. ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? എല്ലാവരുടെയും ഉള്ളിൽ. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ജ്യോതിസ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് ആ അറിവിലേക്ക് നിങ്ങളെ സദാ ഉയർത്തിക്കൊണ്ടിരിക്കണം. ബാക്കിയൊക്കെ ദൂരെ കളയാം, ബാക്കിയെല്ലാം കളയൂ. കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം സാർത്ഥകമാക്കി തീർക്കണം, അർത്ഥപൂർണമാക്കി തീർക്കണം. വെറുതെ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ പാഴാക്കി കളയരുത്. ആ ദേവൻ്റെ മുമ്പിൽ പോയി നിന്ന് ഈ ദേവന്മാരെയും ദേവിമാരെയും ഒന്നും കുറച്ച് പറയുന്നതല്ല. അവരെയൊക്കെ ആരാധിക്കുന്നവർക്ക് ലൗകികമായ ആശ്രയങ്ങൾ ധാരാളം ലഭിക്കും. അതൊക്കെ സത്യം തന്നെയാണ്. എല്ലാം മായ, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. ഉള്ളതായിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഉണ്മയായ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതിനെക്കുറിച്ച് ബോധവാനായി. അതാണ് വിദ്യാരണ്യസ്വാമികൾ പറയുന്നത്, മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ. മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. ആ ബ്രഹ്മതത്വത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രം. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മതത്വം എന്താ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യം തന്നിലെത്താൻ ഞാൻ തന്നെയാണ്. ഞാൻ ലിമിറ്റഡായി, തന്നിലെത്താൻ അൺലിമിറ്റഡായി, ദറ്റ് ഈസ് പാസിങ് ത്രൂ ഓൾ. ഞാൻ ഈ ശരീരത്തിൽ മാത്രം ലിമിറ്റഡായി. അതിലാണ് നമ്മൾ പാങ്കട കിടക്കുന്നത്, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വിടാതെ അതിനെ വിടണം. ആ ഞാനിനെ നിങ്ങൾ വിടണം. ആ ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ആരിലാണ് ഇല്ലാത്തത്? എല്ലാവരിലും ഉണ്ടായിട്ടും നാം അറിയാതിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാരണ്യസ്വാമികൾ തന്നെ അതിൻ്റെ അടുത്ത വരിയിൽ പറയുന്നു, ഒന്നാമത്തെ വരി, മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ. മറ്റൊരു തരത്തിലും മുക്തി കിട്ടുകയില്ല. എന്താ മുക്തി എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിൽ തന്നെയുള്ള താനിലേക്ക് ഉയർത്തി അവിടെ പ്രതിഷ്ഠിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. എന്താ? ഉദ്ധരേതാത്മനാത്മാനം. ഉദ്ധരിപ്പിക്കണം. ഫ്രം ദ ലിമിറ്റഡായി ടു ദി അൺലിമിറ്റഡായി നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. ഇപ്പോൾ തന്നെ, എപ്പോഴും ആ നില നിങ്ങൾ സദാ പുലർത്തിക്കൊണ്ടിരിക്കണം. അതിനാണ് ആ മന്ത്രം ചൊല്ലാൻ പറഞ്ഞത്. എന്താ മന്ത്രം? സോഹം സോഹം സഹ അഹം. അതാണ് ഞാൻ. അല്ലെങ്കിൽ ശിവോഹം ശിവോഹം ശിവോഹം. ആ പാമ്പിട്ട പാർട്ടിയൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിവം, മംഗളസ്വരൂപം. ഏതൊന്നില്ലെങ്കിൽ ഈ ശരീരം അമംഗളസ്വരൂപമായിത്തീരുന്നു. ആ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് ശിവോഹം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത്, അർത്ഥമാകുന്നത്. ശിവോഹം ശിവോഹം. ഒരു ലജ്ജയും കൂടാതെ നിങ്ങൾക്ക് ശിവോഹം ശിവോഹം എന്ന് പറയാം. അത് ജാതിയും മതവും ഒന്നും അതിനകത്തില്ല. അല്ലെങ്കിൽ സോഹം. എന്താ സോഹം? സഹ അഹം. അതാണ് ഞാൻ. ഏത്? അത് തത് ത്വമസി.
നിൻ്റെ ഉള്ളിലിരിക്കുന്ന അത് ഏതൊന്നുള്ളത് കൊണ്ടാണോ നീയായിരിക്കുന്നത്, ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് തത്, അതാണ് സഹ, അവൻ അല്ലെങ്കിൽ അത്. സഹ അഹം സോഹം സോഹം. സദാസമയത്തും ആ മന്ത്രം നിങ്ങളുടെ നാവിൽ സദാ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആരും അറിയണ്ട. മനസ്സുകൊണ്ട് സോഹം സോഹം. ആദ്യമൊക്കെ ശീലിക്കണമെങ്കിൽ നിങ്ങൾ വാചികമായിട്ട് പറയേണ്ടി വരും, സോഹം സോഹം സോഹം, ഇല്ലെങ്കിൽ മറന്നുപോകും. അത് ആരും കേൾക്കാതിരിക്കാൻ പറയണമെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ശീലിക്കണം, സോഹം സോഹം ശിവോഹം ശിവോഹം. ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അതാണ്. ഉറങ്ങാൻ നിങ്ങൾ കിടക്കുന്ന അവസരത്തിൽ ഉറക്കം വരുന്നതുവരെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കിടക്കൂ. ശിവോഹം 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 ശിവോഹം. ഏത് ജോലി പാത്രം തേക്കുന്ന അവസരത്തിൽ പെണ്ണുങ്ങൾക്കാണ് ഇത് കിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ കാര്യം, പാത്രം തേക്കുന്ന അവസരത്തിൽ, വീട്ടുകാര്യം നടത്തുന്ന അവസരത്തിൽ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ, തുണി കഴുകുന്ന അവസരത്തിൽ, എന്തെല്ലാം ജോലികളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ. ആ സമയത്തെല്ലാം സമയം പാഴാക്കി കളയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അതാണ്, ഈ ജോലി ചെയ്യുന്ന, തുണി കഴുകുന്ന, പാത്രം തേക്കുന്ന ഈ ഞാനല്ല, എന്നിലെ ഞാൻ, ഈ തുണി കഴുകുന്ന, പാത്രം തേക്കുന്ന എന്നെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ തന്നെ സ്വയം ബോധിപ്പിക്കുകയാണ് സോഹം എന്ന് പറഞ്ഞാൽ. സോഹം സോഹം സഹം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവിനെ കൂടി ഈ മാർഗത്തിലേക്ക് തിരിച്ചു വിടണം. എന്തുകൊണ്ട്? രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. എന്താ രക്ഷപ്പെടൽ? ജനിമൃതികളിൽ നിന്നുള്ള മോചനം. ജനിമൃതികളിൽ നിന്ന് മോചനം വേണമെങ്കിൽ അതാണ് നരകം. നരകം എവിടെ? ജനിമൃതികൾ തന്നെയാണ് നരകം. ആ നരകത്തിൽ നിന്നുള്ള മോചനം വേണമെങ്കിൽ ജനിമൃതികളില്ലാത്ത അമൃത സ്വരൂപിയായിരിക്കുന്ന തൻ്റെ ഉള്ളിലെ താൻ, അതിന് മരണമില്ല. ജാഗ്രത അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരാളിനും സ്വാമി ഞാൻ മഹാപാപിയാണ്, ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്കാകാൻ പറ്റുമോ? നിൻ്റെ ഇന്നലെയൊക്കെ അങ്ങ് വിട്ടുകളാ. ഇന്നലെ വരെയുള്ള നിൻ്റെ പാപങ്ങളെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. ഇപ്പോൾ നീ ഇത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. നിനക്കിത് മനസ്സിലാകുന്നുണ്ട്. ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നീയല്ല, നിന്നിലെ ഞാൻ. ആ ഞാനിനെയും കണ്ടുകൊണ്ട് നിൻ്റെ ശരീരത്തിൽ സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിനക്ക് ബോധിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ നീ അതിനെ തന്നെ നിരന്തരമായിട്ട് നിനക്ക് വിചാരിക്കാൻ കഴിയുമെങ്കിൽ നിൻ്റെ ഇന്നലെ വരെയുള്ള കർമ്മങ്ങളൊന്നും നീ ചിന്തിക്കേണ്ട, നീ മുക്തൻ. അല്ലേ? അങ്ങനെയല്ലേ രത്നാകരൻ വാൽമീകി ആയത്? അല്ലേ? അതുവരെ കാട്ടാളനായിരുന്നില്ലേ? കൊലയും പിടിച്ചുപറിയും മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് രത്നാകരൻ. ആ രാമമന്ത്രം കിട്ടിയതിലൂടെ ഇവിടെ നിങ്ങൾക്ക് കുറേ കൂടെ ശ്രേഷ്ഠമായിട്ടുള്ള രീതി. രാമമന്ത്രമെന്ന് പറയുന്നത് സാകാരമന്ത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് സാകാരമന്ത്രം അല്ല തരുന്നത്, നിരാകാരമന്ത്രം. സോഹം നിരാകാരമന്ത്രം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതായത് വ്യഷ്ടി ചൈതന്യത്തിനും സമഷ്ടി ചൈതന്യത്തിനും അപ്പുറം നിൽക്കുന്ന, വ്യഷ്ടി ചൈതന്യം സാകാരം, സമഷ്ടി ചൈതന്യം സാകാരം, വ്യഷ്ടി ചൈതന്യത്തിനും സമഷ്ടി ചൈതന്യത്തിനും അപ്പുറം നിൽക്കുന്ന നിരാകാര സ്വരൂപം. വ്യഷ്ടി ചൈതന്യത്തിൻ്റെയും ഉള്ളിൽ സമഷ്ടി ചൈതന്യത്തിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആകാരരഹിത ചൈതന്യം, അതാണ് നിരാകാര ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ ഉയർത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവിനെ കൂടെ മെല്ലെ മെല്ലെ ഈ മാർഗത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരണം.
നിങ്ങളുടെ മക്കൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കണം. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ ചെറുപ്രായത്തിൽ തന്നെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. എത്ര ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാണ് ഇത് കേൾക്കാൻ സാധിക്കുന്നത്. എത്ര ജന്മങ്ങളിൽ പുണ്യം ചെയ്തിരിക്കണം. നേരിട്ട് ആ മുക്താവസ്ഥയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് തന്നെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, നയിക്കുന്നില്ലെങ്കിൽ, കപ്പലിൽ സഞ്ചരിക്കുന്നയാൾ അതിൻ്റെ ചുക്കാൻ ശരിക്കും പിടിക്കുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. കേൾക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി ആ മാർഗത്തിലേക്ക്, വണ്ടിയുടെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് പിടിക്കണം. അതുപോലെ ആ മാർഗത്തിലേക്ക് ഈ ശ്രദ്ധ മാത്രം നിലനിർത്തിയാൽ മതി. നിങ്ങൾ സ്റ്റിയറിംഗ് ഒന്നും ഇവിടെ പിടിക്കേണ്ട കാര്യമില്ല. ആ ശ്രദ്ധ മാത്രം നിലനിർത്തിയാൽ മതി. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിന്നെ നിങ്ങളെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഞാൻ അവിടെ ഇല്ല. നിങ്ങളെ ഞാനിൽ നിന്ന് വിടർത്തി നിങ്ങളിലുള്ള താനിലേക്ക് ഉയർത്തി ആ താനിലാണ് ഇപ്പോൾ നിങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ അതിലാണെങ്കിൽ അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ഏതൊരാളിലാണോ ശ്രദ്ധ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അനുനിമിഷം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അയാൾ അതായിത്തീരും. അപ്പോൾ അവിടെ ഞാൻ ഇല്ല, ഉണ്ടെങ്കിലും ഇല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. അപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. ആ ഞാൻ ദുർബലമാണ്. നമ്മുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് മുഴുവൻ ശ്രദ്ധയും തന്നിലെത്താനില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്രയോ വീടുകളിൽ എത്രയോ ആളുകൾ അവശരായിട്ട് കിടക്കുന്നുണ്ട്. പതുക്കെ പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം. ഇനി മരണമേ ഉള്ളൂ എന്ന ഭാവത്തിൽ ചിലപ്പോൾ ഒരേ കിടപ്പ് 10-15 കൊല്ലം കിടക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെയും വീടുകളിൽ കാണാം. അതുകൊണ്ട് പ്രായം കൂടി നിൽക്കുന്ന ആളുകളെ കൂടെ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, കാരണം ഇവിടെ വലിയ ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് അവരവർക്ക് തന്നെ അവരവരിലുള്ളതായിട്ടുള്ള ഈ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അത് ചെയ്താൽ ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും. അതുകൊണ്ട് ആ മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ സ്വപ്രബോധം വിന നൈവ സ്വസ്വപ്നെ ഹീയതേ തഥാ. ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നം ഇല്ലാതാകണമെങ്കിൽ എന്താ വേണ്ടത്? ഉണരണം. ഉണർവിലേക്ക് നിങ്ങൾ ഉയരണം. അതുപോലെ ജാഗ്രത അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ് നിങ്ങളുടെ ഈ ലൗകിക ജീവിതം. ഈ സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ഉയരണം. ഈ മന്ത്രം നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ വിചാരം ചെയ്യാം. കൃഷ്ണ. ഓ